അങ്ങനെയാണ് ശിർക്ക് വന്നത്. നമ്മളെ ഈ നാട്ടിൽ ഏറെ പ്രചാരമുള്ള ഒരു സംഗതിയാണ് ഓമാനു ശ്രോതാക്കൾ. ഇവിടുന്നാണ്ട് വിട്ടല്ല, അത് നമ്മക്കേ അറിയുള്ളല്ലോ. ഓമാനു ശ്രോതാക്കള് നേർക്ക് നേരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ ഓമാനൂർ ഷേഖിന്റെ പേരിലുള്ള മൗലൂദിലുണ്ട്. ഓമാനൂർ എന്ന് പറയുമ്പോ അവരെ കഥ നമ്മൾ അങ്ങനെയാണ്ട് മൈക്കി കൂടി പറയാൻ പറ്റൂല. പക്ഷെ എന്നാലും കുറച്ച് മാലിം മൗലൂദൊക്കെ ഒന്ന് പാടണം എന്ന് പറഞ്ഞ് എന്നെ വരുത്തിയത് കൊണ്ട്, അങ്ങനെ ഒരു പാട്ടുള്ളത് കൊണ്ടും നമ്മളെ ഓമാനൂർക്കാരനായ വേങ്ങര ബീരാൻകുട്ടി രചിക്കുകയും ഓമാനൂർ മുഹമ്മദ് മുസ്ലിയാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഓമാനൂർ ശ്രോതാക്കളുടെ പേരിലുള്ള ഒരു മാലപ്പാട്ടുണ്ട്, കിസ്സപ്പാട്ടുണ്ട്. അതില് എന്താ പറഞ്ഞു നോക്ക് നിങ്ങള്. അതിശയാരണ കേസരികളുടെ ചരിത്രത്തെ അധികമായി നമുക്കൊന്നും ലഭിച്ചിട്ടില്ല. നീട്ടി പറയാനുള്ള ജ്ഞാനം അറിയുന്ന ജനങ്ങളിൽ ജമാനിലില്ല. ഭയങ്കര രണകേസരികളാണ് ഓമാനൂർ ശുഹദാക്കള്. അതുകൊണ്ട് അവർ കഥ അധികമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നീട്ടി പറയാൻ പറ്റിയ ആൾക്കാർ ഈ ജമാനിലില്ലാന്നാ. ആ കിട്ടിയ രൂപത്തിൽ മൂപ്പര് പറയാണ്. ഇല്ലെങ്കിലും പതിവോമാരായികൾ ചെയ്തായൊരു മുപ്പേരാ അല്ലാഹുവിൻ കൃപ ലഭിച്ചോരാമലി ഹസൻ കുലത്തിൽ ജനിച്ചോരാം. ഭയങ്കര തറവാടികളാണ് ഇവര്. അലി ഹസൻ കുലത്തിൽ ജനിച്ചവരാണ്, ഭയങ്കര കാര്യപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ പറയണം. എന്നിട്ടോ അവരെ സിഫാത്ത് ഇഞ്ഞും കഴിഞ്ഞിട്ടില്ല. കൊല്ലുന്ന സിംഹച്ചോടിയും ശുജാഅത്തെ കുഞ്ഞാലി എന്ന പ്രസിദ്ധര് ഒന്നാമത്തെ, വെല്ലും ചെറുപ്പപ്രായത്തിൽ മികവുത്തെ ഭീകരനാം കുഞ്ഞിപ്പോക്കര് ഈസ് മൊത്തെ, മൂന്നാമൻ മൊയ്തീനൊന്നാമം. അതിൽ പങ്കെടുത്ത ആൾക്കാരെ ശുജാഅത്തും പേരുമാണ് ഈ പറഞ്ഞത്. ഇനി എന്തുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ കേട്ടോളി. അന്നവരിൽ വന്ന മട്ടാനെ യുദ്ധം നിർബന്ധമായതിൽ പെട്ടാനെ കന്നം, ഹിന്ദുക്കൾ വന്നിട്ടാനെ കണ്ട വീടും മറ്റും എരിത്തിട്ടാനെ. അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ചെറിയ ഒരു സംഘടന ഉണ്ടായി എന്നാണ് ചുരുക്കം. ഈ എന്താ കാരണം എന്ന് പറയാ. എന്നതിൻ കാരണമുണ്ടായ കാലത്ത് എന്നും എമ്പും പൂശായിലെന്നൊരു ദേശത്ത് അന്ന് സ്വരൂപക്കുലത്തിൽ പ്രകാശിത്തെ അമ്മാളു അമ്മ എന്നൊരു ഓമന നാമത്തെ നാട്ടോടെ കേളി കേട്ടോളാം. കാരണക്കാരി അമ്മാളുമ്മയാണ്. നാട്ടിൽ ഭയങ്കര പേരുള്ള സ്ത്രീയാണെന്നാ പറഞ്ഞത്. ഇനി അമ്മാളമ്മന്റെ ചെറിയൊരു വിശദീകരണ മൈക്ക വേണമെങ്കിൽ ഒന്ന് ഒച്ച ഉറച്ചാളി. കേട്ടവൾ പങ്കജപ്പൂ പോലെ ഹേമ, ചുണ്ടും ചിരിയും മഴകാലെ, മൊട്ട് മലർന്ന പൂ പോലെ മുഖം, ചെപ്പ് പതിച്ച സ്തനമാലെ, കട്ടിയടിത്താഴം ചന്തി കുലുക്കിട്ട് കൈവീശി അന്ന നടത്തം നടന്നിട്ട് കുട്ടിഗജത്തിനു വട്ടം ധരിത്തിട്ട കുട്ടിഗജത്തിനു പട്ടം ധരിത്തിട്ട കൊഞ്ചിക്കുഴഞ്ഞു വരുന്നത് കണ്ടിട്ട് പെട്ടാളും യസ് വിട്ടാളും. ഞാൻ ഒന്നും പറഞ്ഞില്ല, യസ് വിട്ടിക്കണ്. ആര് കണ്ടാലും യസ് വിടുന്നാ പറഞ്ഞത്. അപ്പൊ ഈ അമ്മാളും അമ്മനേറ്റുണ്ടായ ഒരു കേസാണത്. ശുഹദാക്കള് എന്ന് പറയുന്നവരേറ്റ് ഉണ്ടായ ഒരു അടിപിടി കേസ്. നേർക്ക് നേരെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിർത്തിയ നമ്പൂരിയച്ചൻ കീറിട്ട് വേറിട്ടാൻ തല്ലാൻ കാരണം ഉണ്ടായി. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. തല്ല് കൊണ്ടോലെ പറ്റിയൊന്നും നമ്മൾ മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല. കാരണം എസ് വിട്ടാളും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഓലെ കുഴപ്പമില്ല. എന്തായാലും ആട്ടെ, നിർന്നൽക്ക് തല്ല് കിട്ടി, ഓല് മൗത്തായി എന്ന് പറയണ്ട. കാരണം അടിച്ചത് മറ്റോലും മരിച്ച നമ്മളുവാണെങ്കിൽ പിന്നെ ചെയ്ത് അല്ലാണ്ട് വേറെ എന്താ പറയാൻ പറ്റുക. അങ്ങനെയാണ് ചെയ്തായി. ഇനി അവര് മോശക്കാരാന്ന് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വിലയിരുത്തണില്ല കേട്ടോ, അത് വേറൊരു കാര്യം. അതുകൊണ്ട് അവര് മോശക്കാരാന്നൊന്നും നമ്മൾ വിലയിരുത്തണ്ട, അത് പടച്ചോൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർ ഉഹ്റവിയായ കാര്യമാണ്, നമുക്ക് അതങ്ങ് വിടാം. മർമ്മപ്രധാനമായ ഒരു വിഷയം, ഒന്നുപോലെ എങ്ങനെ ഷഹീദായി, ഒന്ന്
തലക്ക് അടി കൊണ്ടപ്പോ ആള് മരിച്ചു. അപ്പൊ സ്വന്തം നെറുന്തൽക്ക് ഒരു അടി വന്നപ്പോ അത് തടുക്കാൻ പറ്റാതെ മരിച്ചതാണ്. ഷഹീദാകാൻ പൂതിണ്ടായിട്ട് ഷഹീദായവൻ. മനസ്സിലായില്ലേ? ആ ആളുകളെ വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. എന്ത്? ഞങ്ങൾക്ക് വയറ്റി നോക്കുണ്ടാവും, നിങ്ങൾ സുഖമാക്കി തരണം. അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈകും ബിൽ ഇഗാസതി സായിലീനാ അഗീഥൂനാ ഇദാ ഇസ്തദ്ദത് അലൈനൽ കറായിബു ലൈസ ഫീനാ മൻ യഖീനാ. അയാ ശുഹദാ, അല്ലയോ ഓമാനു ശുഹദാക്കളെ, ഇന്നാ ഖദ് ഖസദ്നാ, നിങ്ങളെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നത്. ഇലൈകും ബിൽ ഇഗാസതി സായിലീനാ, നിങ്ങളുടെ സഹായം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അഗീസൂനാ ഇദാ ഇസ്തദ്ദത് അലൈനൽ കറായിബു ലൈസ ഫീനാ മൻ യഖീനാ. അതുകൊണ്ട് ഞങ്ങളുടെ മേൽ കാലവിപത്തുക്കൾ ഗുരുതരമായി സംഭവിക്കുമ്പോ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് വമാനു ശുഹദാക്കളെ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വമാനു ശുഹദാക്കളുടെ പേരിൽ നമ്മൾ നേർച്ച കഴിക്കുന്നു, മൗലൂദ് ഓതുന്നു, അവരോട് സഹായം തേടുന്നു. ഇത് ശരിയോ തെറ്റോ? ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? പടച്ച റബ്ബിനോട് മാത്രമാണ്. ഖുർആനിൽ 25 പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ പ്രവാചകൻ പോലും മുമ്പ് കഴിഞ്ഞുപോയ മറ്റൊരു പ്രവാചകന്റെ പേര് വിളിച്ച് ആ മരിച്ചുപോയ മഹാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. ആദം നബി തെറ്റ് ചെയ്തപ്പോ റബ്ബനാ വലംനാ പറഞ്ഞത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോഴോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, റബ്ബിനോടാ പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബി റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മൗലിദുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വേറെ ഒരു ശിർക്കിന്റെ തലങ്ങളിലേക്കാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവർ ചിന്തിക്കുക, ചെയ്യുന്നത് ശരിയാണോ എന്ന്. ബാക്കി നിങ്ങൾക്ക് വിട്ടു തന്നു. ഈ വചനം ശരിയാണെങ്കിൽ. അപ്പോ ചുരുക്കത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മൗലൂദുകളിലേക്കും മാലകളിലേക്കും നമ്മൾ ഇറങ്ങിയാൽ ഒരുപാട് സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രവാചക സ്നേഹത്തിന്റെയും മഹാന്മാരെ സ്നേഹിക്കുന്നതിന്റെയും പേരിൽ ആളുകൾ ഈ ചൊല്ലുന്നതും പറയുന്നതും ഒന്നും ശരിയല്ല എന്ന് അവരിലുള്ള ആളുകൾ തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ഏതൊക്കെ ശരി ഏതൊക്കെ ശരിയല്ല എന്ന് ഇപ്പോഴും തീരുമാനവും ആയിട്ടില്ല. ഈ 90-100 വയസ്സായ വല്യമ്മമാരും വല്യപ്പമാരും ഇത് ചൊല്ലി മരിച്ചുപോയിരിക്കുന്നു. അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ വരെ കഴിയുന്നില്ല. കീറിടട്ടെ എന്ന് ചോദിച്ചാൽ കീറിടണ്ടാന്നേ പറയുന്നുള്ളൂ. ഈ രൂപത്തിൽ ആകെക്കൂടെ വസ്വാസിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹുവോ റസൂലോ ചെയ്യാൻ പഠിപ്പിക്കാത്ത, സലഫ് സ്വാലിഹ്യങ്ങൾ ചെയ്ത മാതൃകയില്ലാത്ത ഒരു കാര്യം നല്ലതാണെന്ന് വിചാരിച്ചു ചെയ്യാൻ ദീനിൽ മാതൃകയില്ല. എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്ന് ദീനല്ലാത്ത ഒരു കാര്യം പിന്നെ ദീനാകാൻ പാടില്ല. അതാണ്. ഇനി ആരെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇമാം മാലികി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മനിസ്തഹ്സന ഫിദ്ദീനി ബിദ്അ, ദീനിൽ ഏതെങ്കിലും ഒരു ബിദ്അത്തായ കാര്യം നല്ലതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, ആ മനുഷ്യൻ വാദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് റിസാലത്തിൽ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം എല്ലാം നല്ലതും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് വരും. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എല്ലാ സംഗതികളും നിങ്ങളെ ഞാൻ അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ആ മാതൃക നമ്മൾ പിൻപറ്റുക. സലഫ് സ്വാലിഹുകളുടെ മാതൃക നമ്മൾ പിൻപറ്റുക. ഹിജറ 300-ന് ശേഷവും 400-ന് ശേഷവും നല്ലതാണെന്ന് വിചാരിച്ച ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള മതക്കാരെ പിൻപറ്റിക്കൊണ്ട് നാം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഹൗദുൽ കൗസർ കിട്ടുന്ന നമ്മളെ പൂതി. ഞാൻ ചെറുപ്പത്തില് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്. ഫറൂഖ് കോളേജിലെ അന്നത്തെ SSFകാര് ഒരു മൗലിദ് റാലി സംഘടിപ്പിച്ചിട്ട് അന്ന് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് മൈക്ക തിരിച്ചു വെച്ചിട്ട് വിളിച്ചൊരു മുദ്രാവാക്യം, ഞങ്ങൾക്ക് ശഫാഅത്ത് കിട്ടുമ്പോൾ നൊട്ടി നുണച്ചോ വഹാബീൻ.
ഞങ്ങൾക്ക് ശഫാഅത്ത് കിട്ടും. നബി എങ്ങനെ കാത്തിക്കാണ്, ജഡാജി മറ്റേ മൈദ ഒട്ടിച്ചില്ലേ ചാക്കുനൂൽമേ, പറഞ്ഞ കള്ളാസ് ഒട്ടിച്ചില്ലേ, ജി സിന്ദാബാദ് ഒട്ടിച്ചില്ലേ, ഓക്കെ, പിന്നെന്താ അവിടെ അങ്ങനെ നോക്കി ഇങ്ങനെ നടക്ക് സ്വർഗത്തേക്ക്. എന്നാണ് ഇപ്പൊ നമ്മളെ ആളുകളുടെ ധാരണ. ഞങ്ങൾക്ക് ശഫാഅത്ത് കിട്ടുമ്പോൾ നൊട്ടി നുണഞ്ഞോ വഹാബി എന്ന് മുദ്രാവാക്യം വിളിച്ച ആളുകൾ മൗലൂദിലെ വരി അത് തന്നെയാണ്. അശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഅലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണം. ആ ശഫാഅത്ത് നഷ്ടപ്പെട്ടാൽ എന്തൊരു സങ്കടമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്നു. പക്ഷേ പാടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹൗദിന്റെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ എന്റെ സമുദായത്തിൽപ്പെട്ട കുറെ ആളുകൾ വരും. അങ്ങനെ അവർ അടുക്കുന്നതിന് മുമ്പ് അവരെ അകറ്റി മാറ്റപ്പെടും. ഞാൻ ചോദിച്ചും എന്താണ് അവരുടെ കാര്യം, നിങ്ങൾക്ക് എന്തു പറ്റി എന്ന്. അപ്പോൾ അതാ ഒരാൾ വന്ന് മറുപടി പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ കാലശേഷം ദീനിൽ അവർ പുതുതായി ഉണ്ടാക്കിയ സംഗതി താങ്കൾക്കറിയില്ല. അവർ ദീനിൽ പുതിയതായ ബിദ്അത്തുകൾ കടത്തിക്കൂട്ടിയവരാണ്. ആ സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഫസുഹഖൻ സുഹഖൻ ലിമൻ ബദ്ദലൂ ബഅദി. എന്റെ ദീനിൽ എന്റെ കാലശേഷം പുതുതായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കി തീർത്ത ആളുകൾ ഹൗദിൽ നിന്നും അതിവിദൂരത്താകട്ടെ എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം കിട്ടൂല ബിദ്അത്ത് ചെയ്ത ആളുകൾക്ക്. അതുകൊണ്ട് പുത്തൻ വാദങ്ങൾ നാം ഒഴിവാക്കുക. യഥാർത്ഥ ദീൻ അവലംബിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വീറും വാശിയും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവിധ ആളുകളെ എന്ത് വിചാരിക്കും എന്ന ആ ധാരണ ഒഴിവാക്കിക്കൊണ്ട് സത്യം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ നാം തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ശുഹദാക്കളുടെയും പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സ്വാലിഹുകളുടെയും ഒക്കെ ആ കൂട്ടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും.